ശാക്തീകരിക്കും. യേശുവിന്റെ രക്തം എന്നെ സഹായിക്കും. അതുകൊണ്ട് ആ രക്തക്കോട്ടയിൽ നമുക്ക് അഭയപ്പെടാം. യേശുവിന്റെ രക്തത്തിൽ മറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. ദുഷ്ടൻ വീഴട്ടെ, എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടൻ വീഴട്ടെ, എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടിപ്പെട്ടുള്ളം നിന്നെ വാഴ്ത്തിപ്പാടട്ടെ. ദുഷ്ടിപ്പെട്ടുള്ളം നിന്നെ വാഴ്ത്തിപ്പാടട്ടെ. കൂടി ദുഷ്ടൻ വീഴട്ടെ, എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടൻ വീഴട്ടെ, എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടിപ്പെട്ടുള്ളം നിന്നെ വാഴ്ത്തിപ്പാടട്ടെ. ദുഷ്ടിപ്പെട്ടുള്ളം നിന്നെ വാഴ്ത്തിപ്പാടട്ടെ. രക്തക്കോട്ട, തിരു രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരു രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളും കൈകൾ വീശി ഒന്ന് പാടുകയും രണ്ട് കൈകളും ഉയർത്തി ഒന്ന് വീശി ഉറക്കെ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പാടുകേ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പാടുകേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി കഴുകപ്പെടേണ്ടതിനായി, സംരക്ഷിക്കപ്പെടേണ്ടതിനായി എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങൾ ഉയർത്തി വീശി സന്തോഷത്തോടെ ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? ആദ്യമായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് വന്നു, അവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇന്ന് പുതുതായിട്ട് കടന്നു വന്ന എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യാം. ഇന്ന് രാത്രി അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, യേശുവിന്റെ രക്തത്താൽ സംരക്ഷിക്കപ്പെടട്ടെ, യേശുവിന്റെ മക്കളായി മാറട്ടെ. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം അങ്കിള് പറയട്ടെ. ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ മിഷന്റെ സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ അട്ടപ്പാടി ഫീൽഡിലെ അവിടുത്തെ ചർച്ചിൽ അവിടെയുള്ള അനേകം കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? അട്ടപ്പാടിയിൽ നമ്മുടെ മിഷൻ പറ്റുന്നുണ്ടോ? കൊച്ചു കൂട്ടുകാര്, അട്ടപ്പാടിയിലുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാര്, അനിയന്മാര്, അനിയത്തിമാര് ഒക്കെ സന്തോഷത്തോടെ കടന്നു വന്നിട്ടുണ്ട്. ആ കൊച്ചു കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും ഒന്ന് നല്ലൊരു കയ്യടി കൊടുത്തൊന്ന് സ്വാഗതം ചെയ്യാമോ? ആ എല്ലാ കൂട്ടുകാരെയും നല്ലൊരു കയ്യടി കൊടുത്തൊന്ന് സ്വാഗതം ചെയ്യാമോ? അവരെ രാത്രി പ്രത്യേകമായിട്ട് അവരെല്ലാ ആഴ്ചകളിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരാണ്. കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. അവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയ സാജു സാറും എൽദോ സാറൊക്കെ കൂടെ ഉണ്ട്. അവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നമുക്ക് സന്തോഷത്തോടെ ചേർന്നിരിക്കാം. ബിജോ അങ്കിളും ആന്റിയും ഒക്കെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷത്തോടെ ചേർന്നിരിക്കാം. നമുക്ക് അടുത്ത സെക്ഷൻ പ്രതിജ്ഞയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത സെക്ഷനിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നു. എല്ലാവരും വളരെ ഉഷാറോടെ സന്തോഷത്തോടെ വീഡിയോ ഓൺ ചെയ്ത്
നല്ല ജീവിതമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ദൈവം നമ്മെ ഒരുപാട് അനുഗ്രഹിക്കും. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. സാറേ, കഴിഞ്ഞ ക്ലാസ്സിലെ 2-ാം സങ്കീർത്തനം പറഞ്ഞില്ലായിരുന്നു ലാസ്റ്റ്? ആ ശരിയാണല്ലോ. അതാരാ സങ്കീർത്തനം പറയുന്നത്? ബിൽഹയാണോ? ഓക്കെ, ബിൽഹ 2-ാം സങ്കീർത്തനം വായിക്കാനായിട്ട് റെഡിയാണോ? റെഡിയാണ്. എങ്കിൽ എല്ലാവരും 2-ാം സങ്കീർത്തനം എടുത്തേ. ബിൽഹ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6-ല്. വെരി ഗുഡ്. ബിൽഹ മോൾ ഒരു വാക്യം വായിക്കും, ബാക്കി എല്ലാവരും ചേർന്ന് അടുത്ത വാക്യം വായിക്കണം. അങ്ങനെ മാറി മാറിയാണ് നമ്മൾ വായിക്കുന്നത്. ബിൽഹ മോളെ, സങ്കീർത്തനം വായിക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കും? അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ എന്റെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ആമേൻ പറയുന്ന എല്ലാവരും ചേർന്ന് പറയണം. എല്ലാവരും ഒന്ന് ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഇനി വായിച്ചോ. ഇനി ബിൽഹ മോള് വായിച്ചോ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകൾ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, അവൻ കോപത്തോടെ അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശവും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശവും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ മേയിക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പേൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവേൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതെ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവമേസിന് യോഗ്യമാകുന്നു. ബാർഖമ. ഇനി നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. എല്ലാ കൂട്ടുകാരും എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് മൈക്കൊക്കെ ഓൺ ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലത് കൈ മുൻപോട്ട് നീട്ടി പിടിക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന അനുസരിച്ച് ചൊല്ലാവൂ. കർത്താവായ യേശുവാണ് എൻ്റെ ലീഡർ. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളുടെയും ശാപങ്ങളുടെയും രോഗങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു യേശു കർത്താവ് എന്നെ നന്മ ചെയ്യുവാൻ പഠിപ്പിക്കുന്നു. ഞാൻ വചനം വായിക്കുമ്പോഴും പാട്ടുകൾ ചേർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവ് എന്നെ നന്മ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഞാൻ വചനം വായിക്കുമ്പോഴും പാട്ടുകൾ പാടുമ്പോഴും യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു.
ഞാൻ എൻ്റെ മാതാപിതാക്കളെയും രെയും മാതൃരാജ്യത്തെയും സ്നേഹിക്കുന്നു. യേശുവേ നന്ദി, സ്തുതി. പ്രതിജ്ഞ ചൊല്ലി എല്ലാ കുട്ടികളും ഇരുന്നേ. നമ്മൾ ഈ പ്രതിജ്ഞ കാണാതെ പഠിക്കണം. പഠിച്ചോ? ചില കുട്ടികളൊക്കെ നന്നായി കാണാതെ പഠിച്ചു. പ്രതിജ്ഞ എല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ബിജു അങ്കിളും ആൻറ്റിയും എല്ലാം ക്ലാസ് എടുക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി റെഡിയായി വന്നിരിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ ഇതാ ക്രിസ്മസിൻ്റെതായ ഒരു സന്തോഷത്തിലാണല്ലോ. ഓ, ക്രിസ്മസിന്റെ പ്രത്യേകമായ തൊപ്പിയൊക്കെ വെച്ചായിരിക്കുന്നെന്ന് തോന്നുന്നല്ലോ. ഒന്ന് കൈയടിച്ച് വളരെ സന്തോഷത്തോടെ ഒന്ന് സ്വാഗതം ചെയ്ത് എല്ലാവരും ചേർന്ന് കൈയടിച്ച് നന്നായി കൈയടിച്ച് സന്തോഷത്തോടെ. ആന്റിയെ എല്ലാം ശുശ്രൂഷയ്ക്കായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു സാറേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് പ്രൈസ് ദി ലോർഡ് പറയാമോ? Are you ready? ഓക്കെ, നിങ്ങളെ വളരെ ചിരിക്കുന്ന മുഖവുമായിട്ട് നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് നിങ്ങളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എത്ര ക്യൂട്ടായിട്ടാണ്, എല്ലാ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണ് നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ ആയിരിക്കുന്നത്. നമുക്ക് ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഡിസംബർ മാസമാണ്. ഡിസംബർ മാസം ക്രിസ്മസിന്റെ മാസമാണ്. ക്രിസ്മസ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ? നമ്മളിത് പഠിക്കുന്ന പാട്ടിലൂടെയും വാക്യത്തിലൂടെയും കഥകളിലൂടെയും ഗെയിംസിലൂടെയും ഒക്കെ നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളെ കാണുവാനും നിങ്ങളോടൊപ്പം ഇന്ന് ഞങ്ങൾക്ക് ആയിരിക്കാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക പേര് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ പേര് നിങ്ങൾ എല്ലാവരെയും ആ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ പേര് ക്രിസ്മസ് പാർട്ടി ക്ലബ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ പേര്. ആ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശു കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. നമുക്കറിയാം ക്രിസ്മസ് എന്താണെന്ന്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും മ്യൂട്ട് മാറ്റിയിട്ട് ഉത്തരം പറയാൻ തുടങ്ങും. പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. യേശു ജനിച്ച ദിവസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒത്തിരി കാര്യം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലവർ നല്ല സ്റ്റാർ ഉണ്ട്, പുൽക്കൂടുണ്ട്, ഡെക്കറേഷൻ ഉണ്ട്, നല്ല ഫുഡ് ഉണ്ട്, കേക്ക് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്മസ് എന്താണ് എന്നാണ് നമുക്ക് ഇന്നത്തെ പാട്ടിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം പാടാം, നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം. അതിനുശേഷം നമുക്ക് അത് പഠിക്കാം. എല്ലാവരും ഒരുമിച്ച് ഒന്നായിട്ട് കൂടാം. എന്തിനു വേണ്ടിയാ? ഒന്നായിട്ട് പാടാൻ വേണ്ടിയാണ്. എന്താ പാടേണ്ടതെന്ന് അറിയുമോ? മണ്ണിന്റെ പാപം പോക്കാം. മണ്ണ് എന്ന് പറഞ്ഞാലാണ് ഈ ലോകം. ഈ ലോകത്തിന്റെ പാപം പോക്കാൻ. പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ കൂട്ടുകാരെ? ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുന്ന വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തിയും കൊണ്ടും ചെയ്യുന്ന കാര്യത്തിനാ പാപം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകത്തിലെ എന്റെയും നിങ്ങളുടെയും എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും പാപം മാറ്റുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന്
സ്വർഗം വിട്ട് ഒരു കുഞ്ഞു ഭാവിയായിട്ട് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു ഈ ഭൂമിയിൽ വന്നു. അതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് ഈ ട്രാക്കിന്റെ കൂടെ ചേർന്നൊന്ന് പാടാം. എല്ലാവരും മ്യൂട്ടാക്കി വെച്ചോണ്ട് തന്നെ ചേർന്ന് പാടാം. ആടിക്കൊണ്ട് തലേക്കാട്ടി. അപ്പോ ഈ പാട്ടി പറഞ്ഞിരിക്കുക, രക്ഷകൻ എന്തു ഭൂമി വന്നു. അതാണ് നമ്മെ രക്ഷിക്കാനായിട്ട്, ബിജോങ്ങളെ രക്ഷിക്കാനായിട്ട്, എന്റെ മുമ്പിലേക്കുള്ള എല്ലാ കൊച്ചു കൂട്ടുകാരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് യേശു കർത്താവ് ഭൂമിയിൽ വന്നു. അതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഇതിന് വളരെ മനോഹരമായ ഒരു ആക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് ഇതിന്റെ പാട്ടൊന്ന് ട്രാക്കില്ലാതെ നിങ്ങൾക്കൊന്ന് പാടി തരാം. നിങ്ങൾ മ്യൂട്ടാക്കി വെച്ചോണ്ടൊന്ന് പാടി നോക്കിക്കേ. ഏഞ്ചല നിങ്ങൾക്കൊന്ന് പാടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടാ ട്രാക്കില്ലാതെ കുറച്ചും കൂടി വേഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. മഞ്ഞിന്റെ പാപം പോക്കാൻ സ്വർഗോന്നതി വേടിന്റെ രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. മഞ്ഞിന്റെ പാപം പോക്കാൻ സ്വർഗോന്നതി വേടി രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. ഓക്കെ, എന്നിട്ട് ആക്ഷൻ ചെയ്യാം. ഒന്ന് ചാടി എഴുന്നേക്കാമോ? ഞങ്ങൾ എന്റെ കൂടെ ആക്ഷൻ ചെയ്യാനായിട്ട് 2 കൂട്ടുകാരുണ്ട്. അപ്പൊ അവർ ചേർന്ന് നിങ്ങൾക്ക് ആക്ഷൻ കാണിച്ചു തരും. എല്ലാവരും ചേർന്ന് ആക്ഷൻ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചേർന്ന് ആക്ഷൻ ചെയ്യണം, എല്ലാ കൂട്ടുകാരും. എല്ലാവരും കൈ കയർത്ത് പിടിച്ചേ. എല്ലാവരും ഒന്നായി കൂടിയിടാ, എല്ലാവരും ഒന്നായി പാടിയിടാ. മഞ്ഞിന്റെ പാപം പോക്കാൻ സ്വർഗോന്നതി വെടിഞ്ഞ് രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. യേശു രക്ഷകൻ ഭൂവിൽ. അപ്പൊ യേശു രക്ഷകൻ ഭൂവിൽ വന്ന സന്തോഷത്തിൽ ഉഷാറായിട്ട് നിങ്ങൾ മ്യൂട്ടാക്കി വെച്ചോണ്ട് നിങ്ങളുടെ പാട്ട് വരുമ്പോ ഈ പാട്ടോട്ട് ഇത് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മ്യൂട്ടാക്കി വെച്ചോണ്ട് എല്ലാവരും ഉഷാറായിട്ട് ആക്ഷൻ ചെയ്യണം. എല്ലാ കൂട്ടുകാരും ആക്ഷൻ ചെയ്യണം. ചേർന്ന് നമുക്ക് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. റെഡി? എല്ലാരും
കൂട്ടുകാരും ആക്ഷൻ പഠിച്ചു. വെരി ഗുഡ്. നിങ്ങൾ വളരെ ഉഷാറായിട്ട് ചെയ്തു. മിടുക്കന്മാരായിട്ട് എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് ചെയ്തു. ഇത് അവസാനം നമുക്ക് ഒന്നോടെ ഒന്ന് പാടി നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് അട്ടപ്പാടിയിലെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം മിടുക്കന്മാരായിട്ട് അവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അവസാനം ഗെയിം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്കിളും ആന്റിയും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇപ്പോ ആന്റി നിങ്ങളോട് എന്തോ പറയാനായിട്ട് വന്നിട്ടുണ്ട്. ആന്റി നിങ്ങളോട് പറയും. ഓക്കെ. എല്ലാ കൂട്ടുകാരും ക്രിസ്മസിന്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണെന്ന് എല്ലാവരുടെ മുഖം കണ്ടാൽ അറിയാം. വളരെ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടി ആക്ഷനൊക്കെ കളിച്ചു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പപ്പയോ മമ്മിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സോ മുതിർന്നവരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട്, ഒരു മെസ്സേജ് പറയാനായിട്ട് ആരുടെയെങ്കിലും അടുക്കൽ നിങ്ങൾ അയച്ചിട്ടുണ്ടോ? മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെന്നിട്ട് ഇന്ന ആളോട് പറയണം, ഇന്ന അങ്കിളിന്റെ അടുത്ത് പറയണം, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരെയും അയച്ചിട്ടില്ല എന്ന് തോന്നുന്നു സാറേ, മെസ്സേജ് ഒന്നും പറയാനായിട്ട്. ആരെയും അയച്ചിട്ടില്ല. അപ്പൊ ഓക്കെ, ഞാൻ എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ വാക്യത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു ദൗത്യവുമായിട്ട് ഒരാളെ അയക്കുകയാണ് ഈ ഭൂമിയിലേക്ക്. ആരെയാണ് അയച്ചത്? എന്ത് ദൗത്യമാണ് ആ ആൾക്ക് നൽകിയതെന്നാണ് ഇന്നത്തെ വാക്യത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. വായിച്ചു കേൾപ്പിക്കാം. വാക്യം ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മൾ പഠിക്കാനുള്ള വാക്യം 1 യോഹന്നാൻ 4:14 വാക്യം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്യം 1 യോഹന്നാൻ 4:14 വാക്യം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇവിടെ 1 യോഹന്നാൻ എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യോഹന്നാനാണ്. ഈ യോഹന്നാൻ ബൈബിളിലെ 5 പുസ്തകങ്ങളാണ് എഴുതിയേക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട്, അങ്ങനെ 5 പുസ്തകങ്ങളാണ് ഈ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതില് 1ാമത്തെ ലേഖനം, യോഹന്നാൻ എഴുതിയ ഫസ്റ്റ് ലെറ്റർ, അതിലെ 4:14 വാക്യാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആരെന്നെ വിളിച്ചേ? നിങ്ങൾ ആരെല്ലാം വിളിച്ചോ? റോണിയോ? ഞാൻ മനസ്സിലായില്ലല്ലോ എനിക്ക് കണ്ടിട്ട്. ഇന്ന് ആന്റി ഉണ്ടല്ലോ, തൊപ്പിയൊക്കെ ഇട്ടാണല്ലോ വന്നേക്കണേ. ഞാൻ തൊപ്പിയൊക്കെ ഇട്ടാണ്. നീ തൊപ്പി ഇട്ടിട്ടുണ്ടല്ലോ. ഇന്നത്തെ പ്രത്യേകത എന്നാന്നറിയാമോ? ഈ മാസത്തിന്റെ പ്രത്യേകത എന്നാന്നറിയാമോ ആന്റിക്ക്? എനിക്കറിയാം. നിനക്കറിയോ? ഈ കൂട്ടുകാർക്ക് അറിയാന്ന് ചോദിച്ചു നോക്കിക്കേ ആന്റിയെ. കൂട്ടുകാർക്ക് അറിയോ? കൂട്ടുകാരെ എന്താ ഈ മാസത്തിന്റെ പ്രത്യേകത? പാട്ടൊക്കെ പഠിപ്പിച്ചായിരുന്നു ആന്റിയെ. ഇവര് നല്ലതായിട്ട് പാട്ടൊക്കെ പഠിച്ചു, ആക്ഷനൊക്കെ കളിച്ചു. ഞങ്ങളിപ്പോ വാക്യം പഠിക്കാൻ പോവാ റോണി. ആണോ? എന്നാ ഞാൻ ഈ കൂട്ടുകാരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ ഡിസംബർ മാസത്തിൽ എന്താ ഈ പ്രത്യേകത എന്ന് പറയുന്നത്? പരീക്ഷയുള്ള മാസമായിട്ടാണോ? പരീക്ഷയുള്ള മാസമാണോ? ആണോ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? യേശു എന്തിനാ ജനിച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആന്റി? യേശു എന്തിനാ ജനിച്ചെന്നുള്ള ഞങ്ങൾ വാക്യത്തിലൂടെ പഠിക്കാൻ പോകുന്നേ റോണി. ആണോ? അന്ന് ആന്റി ഉണ്ടല്ലോ, ഈ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കട്ടെ യേശു എന്തിനാ ഈ ഭൂമി വന്നെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുക്കാലോ. ഞാൻ പോക്കട്ടെ എന്നാ. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്നാ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഈ ആന്റി പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. ടാറ്റാ ആന്റി. ബൈ ബൈ റോണി. See you. ഞാൻ ഇവിടെ നിന്നോട്ടെ ആന്റിയെ. ഇവിടെ നിന്നോ, പക്ഷേ ശല്യം ചെയ്യരുത്. ഓക്കെ, ആന്റിനെ വിളിച്ചോട്ടെ. വിളിക്കണ്ട. ഓക്കെ, ടാറ്റാ. ടാറ്റാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന വാക്യം, ഇടയ്ക്ക് നമ്മളെ റോണി വന്നല്ലേ? റോണി നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിച്ചു വന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന വാക്യം 1 യോഹന്നാൻ 4:14 വാക്യം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. അപ്പൊ പിതാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവം ആരെയാണ് അയച്ചിരിക്കുന്നത്? പുത്രനായ ദൈവത്തെ. പുത്രനായ ദൈവം ആരാണ്? യേശു കർത്താവാണ് പുത്രനായ ദൈവം.
ആ യേശു കർത്താവിനെ എന്ത് ചെയ്തു? ലോകരക്ഷിതാവായിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ പിതാവ് പുത്രനെ അയച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക ദൗത്യവുമായിട്ട്, ലോകരക്ഷിതാവായിട്ട്. ലോകത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വസിക്കുന്ന എന്നെയും നിങ്ങളെയും എവിടെ നിന്ന് രക്ഷിക്കാനായിട്ടാണ്? പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. നമ്മൾ യേശു കർത്താവിനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത പാപത്തിനൊരു ശിക്ഷയുണ്ട്. അപ്പൊ നമ്മൾ പാപത്തിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാനായിട്ട് യേശു കർത്താവിനെ നമുക്ക് വേണ്ടി പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. എന്ന് വെച്ചാൽ ഈ യേശുപ്പച്ചന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരാളാണ് യോഹന്നാൻ. അപ്പൊ യേശു കർത്താവ് ഭൂമിയിൽ വന്നതും യേശു കർത്താവിന്റെ കൂടെ നടന്നതും ഒക്കെ കൂടെ കണ്ടു. അവര് കൂടെ നടന്നു, യേശുവിനെ കണ്ടു, യേശുവിനെ അറിഞ്ഞു. അത് സാക്ഷ്യം പറയുകയാണ്. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി, എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയാണ്. ആ പാപത്തെ ക്ഷമിക്കാനായിട്ടാണ്. യേശുപ്പച്ചന് മാത്രമേ നമ്മുടെ പാപത്തെ ക്ഷമിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാ ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വാക്യം ഒന്ന് പഠിക്കാം. നിങ്ങൾ മ്യൂട്ടായിട്ട് ഇരുന്നോണ്ട് തന്നെ എന്നോടൊപ്പം പറയണം. 1 യോഹന്നാൻ 4:14 പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. 1 യോഹന്നാൻ 4:14 പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരിൽ ഇതിനു മുന്നേ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു, പാപങ്ങള് ക്ഷമിച്ച് യേശുവിന്റെ മക്കളായി മാറിയ കൂട്ടുകാർ എന്റെ മുന്നിലിരിക്കുന്ന ചില കൂട്ടുകാരൊക്കെ. അപ്പൊ അവരെന്നാ ചെയ്യണമെന്ന് അറിയാമോ? യേശു കർത്താവിനോട് നന്ദി പറയണം. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് തന്നതുകൊണ്ട്, ഈ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് കൊണ്ട് എന്ത് ചെയ്യണം? യേശു കർത്താവിനോട് നന്ദി പറയണം എന്നാ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാലേ ഈ യേശു കർത്താവിന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല, പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം എന്നറിയാമോ? ഇന്ന് യേശു കർത്താവിനോട് പറയണം, യേശുപ്പച്ചാ നീ എന്റെ ഹൃദയത്തിലേക്ക് വരണം, എന്റെ പാപത്തിന് വേണ്ടിയാണ് നീ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് യേശുപ്പച്ചനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശുപ്പച്ചന്റെ കുഞ്ഞുങ്ങളായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വാക്യം ഒരു ഗെയിമിലൂടെ പഠിച്ചാലോ? ആന്റിയുടെ കയ്യില് ഇപ്പൊ നമ്മുടെ സീസൺ ഏതാ? ക്രിസ്മസ് സീസൺ അല്ലെ? അപ്പൊ ആന്റിയുടെ കയ്യിൽ ഒരു സ്റ്റാർ ഉണ്ട്, ക്രിസ്മസ് ബെല്ലുണ്ട്. നിങ്ങള് സ്റ്റാർ കാണുമ്പോ ബോയ്സ് പറയണം. ഞാൻ സ്റ്റാർ കാണിക്കുമ്പോ ബോയ്സ് മാത്രം വാക്യം പറയണം. ഞാൻ ബെല്ല് കാണിക്കുമ്പോ ഗേൾസ് മാത്രം പറയണം. ഓക്കെ, അപ്പൊ തുടങ്ങാം നമുക്ക്. റെഡിയാണോ? ഓക്കെ, അപ്പൊ തുടങ്ങാം. സ്റ്റാർ കാണുമ്പോ ബോയ്സ് പറയണം. ഓക്കെ, റെഡി? 1 യോഹന്നാൻ 4:14 പുത്രനെ കണ്ട് പറയുന്നു. 4:14 പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് പറയുന്നു. വാക്യം പഠിച്ചോ? എന്നാൽ ഞാൻ വാക്യം പറയുന്നതിന് ആരാണ്? എല്ലാം പറയോ? എല്ലാം പറയോ? ഓക്കെ, എല്ലാം പറയൂ. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. 1 യോഹന്നാൻ 4:14 ഓക്കെ, ഇനി ആരാ പറയുന്ന? ഒരു മിടുക്കൻ പറയോ? ഞാൻ പറയാം. ആരാണ്? പേര് പറയോ? ഏബൽ. ഏബൽ പറയും. ഓക്കെ. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു. ഓക്കെ, എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. 1 യോഹന്നാൻ 4:14
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ രണ്ടുപേരും നന്നായി പറഞ്ഞു. എനിക്ക് അറിയാം എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എല്ലാവർക്കും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സെഷനിലോട്ട് പോവാണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു കഥ കേൾക്കുന്നതിന് മുമ്പ് ഒരു റിയൽ സ്റ്റോറി, സംഭവിച്ച കഥയാണ് നമ്മൾ കേൾക്കുക. അതിന് മുമ്പ് നമുക്ക് പഠിച്ച ആക്ഷൻ ഒന്നോടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. റെഡി? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിന്റെ ആക്ഷൻ ഒന്ന് ചെയ്യാം. എല്ലാ കൂട്ടുകാരും റെഡി ആയിട്ട് എഴുന്നേറ്റ് നിന്ന് ആക്ഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം. എല്ലാ കൂട്ടുകാരും എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും ചേർന്ന് നമുക്ക് ചെയ്യണം. എല്ലാവരുണ്ടല്ലോ വളരെ നന്നായിട്ട് ആക്ഷൻ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആന്റി. എല്ലാവരും നന്നായിട്ട് ആക്ഷൻ ചെയ്തു. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ചെയ്തു. എല്ലാ കൂട്ടുകാരും നന്നായി ആക്ഷൻ ചെയ്തു. ഇനിയുണ്ടല്ലോ വിജയങ്ങൾ വന്നിട്ട് ഒരു കഥ പറയായിരിക്കും അല്ലേ? കുട്ടികളെല്ലാം അതിനു വേണ്ടി കാത്തിരിക്കുക. ഇന്ന് ഗെയിം ഉണ്ടാവുമോ? ഗെയിമുണ്ട്. ക്രിസ്മസിന്റെ ഗെയിം ആയിരിക്കോ? ക്രിസ്മസിന്റെ ഗെയിം ആയിരിക്കും. എന്നാല് ആ വിജയങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നോക്കട്ടെ വിജയങ്ങൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, നീ പോയി വിജയങ്ങളെ വിളിച്ചിട്ട് വാ. ഹായ് കൂട്ടുകാരെ, വളരെ മനോഹരമായ നല്ല ഒരു പാട്ടും കഥയും വാക്യൊക്കെ പഠിച്ചു. നമ്മൾ ഇച്ചിരി കഥ കേൾക്കാനായിട്ട് അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. ഇതിൽ നിന്ന് കുറെ ഗെയിം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ ഒരു റിയൽ സ്റ്റോറിയാ. ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവ കഥയെന്ന് പറയാനായിട്ട് പോകണം. നമ്മുടെ രാജ്യത്തിന്റെ പേരെന്നാ മക്കളെ? പറയാമോ? നിങ്ങൾ എല്ലാവരും നമ്മുടെ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് പറയാമോ? നമ്മുടെ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ ഉണ്ട്. പിന്നെ വേറൊരു രാജ്യം ചൈന ഉണ്ട്. പിന്നെ ശ്രീലങ്ക ഉണ്ട്. അപ്പൊ മതി. ഞങ്ങൾ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി എല്ലാവരും മ്യൂട്ടാക്കി വെച്ചോട്ടോ. ഇനി ആരും വർത്തമാനം പറയണ്ട. ഇനി എല്ലാവരും മ്യൂട്ടാക്കി വെച്ചോ. അപ്പൊ ഈ കഥ നടക്കുന്നത്, ഈ സംഭവം നടക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം എന്നാണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ അപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഓർമ്മയുണ്ടാവും. സംഭവം നടക്കുമ്പോൾ 2004 ഡിസംബർ മാസം 26 നമ്മുടെ ക്രിസ്മസ് 2004 ഡിസംബർ 25 ഈ ലോകത്തിലുള്ള എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു. 26 ശ്രീലങ്കയിൽ ഒരു കാര്യം സംഭവിച്ചു. അതിന്റെ ചെറിയ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലും വന്നു. എന്താണെന്നറിയാമോ? വലിയൊരു സുനാമി വന്നു. ശ്രീലങ്കയിൽ വലിയൊരു സുനാമി വന്നു. 2004 ഡിസംബർ മാസം 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയൊരു ഭൂകമ്പവും അതിനോടനുബന്ധിച്ച് ഒരു സുനാമി ഉണ്ടായി. അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് ശ്രീലങ്കയിലാണ്. അവരുടെ കണക്കനുസരിച്ച് ആ സുനാമിയിലൂടെ 30,000-ഓളം പേര് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. ആ സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അവളാണ് നമ്മുടെ കഥയിലെ ഹീറോ. നിങ്ങളുടെ അത്രയും പ്രായമുള്ള, നിങ്ങളെ പോലെ വളരെ സുന്ദരിയായ, വളരെ മിടുക്കിയായ ഒരു കൊച്ചു പെൺകുട്ടി. അവളുടെ പേരാണ് ചാദ്രിക. എന്താണ് അവളുടെ പേര്? ചാദ്രിക എന്നാണ് ആ കൊച്ചു മിടുക്കിയുടെ പേര്. നമുക്ക് അവളെ ഓമന പേരോടെ ചാരുതി എന്ന് വിളിക്കാം. അങ്ങനെ ചാരുതി എന്ന് 10 വയസ്സുള്ള കൊച്ചു മിടുക്കി, അവളാണ് നമ്മുടെ കഥയിലെ കഥാനായിക. അവള് ജീവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞൊരു ശ്രീലങ്കയിലെ എഗോഡോ ഉയ്യാന എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാ. ആ സ്ഥലത്തിന്റെ പേരൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. പട്ടിപ്പറ്റൊന്നും, പെരുമ്പാവൂരും, അറക്കപ്പടി, വെങ്ങോല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്.
പേര് എഗോഡ ഉയാന. ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ഒന്ന് മ്യൂട്ടാക്കി വെച്ചോണ്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. എഗോഡ ഉയാന. ശ്രീലങ്കയിലെ ഒരു കൊച്ചു ഗ്രാമമായ എഗോഡ ഉയാനയിലാണ് ഈ ചാദ്രിക ജീവിച്ചിരുന്നത്. ഇനി മ്യൂട്ടാക്കി വെച്ചോ. ഈ എഗോഡ ഉയാനയിൽ ജീവിച്ചു. അവളൊരു കടൽ തീരത്താണ് അവളുടെ വീട്. അവളുടെ വീടിനോട് ചേർന്ന് ഒരു ട്രെയിൻ പാളം ഒക്കെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഈ ചാദ്രിക ജീവിച്ചിരിക്കുന്നത്. അവളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? അവക്കൊരു പപ്പയുണ്ട്, അവക്കൊരു മമ്മിയുണ്ട്, 2 അനീത്തിമാരും 1 അനിയനുമുണ്ട്. അങ്ങനെ 5 മക്കളുള്ള ഒരു കുടുംബം. അതുപോലെ തന്നെ അവളുടെ പപ്പയും മമ്മിയും ഉള്ള കുടുംബം. അവരുടെ അച്ഛനുണ്ടല്ലോ ഈ ഉന്തുവണ്ടിയിൽ പഴങ്ങളൊക്കെ വിറ്റ്, ആ വണ്ടി കൂടെ പഴം വേണോ, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, വാഴപ്പഴം ഉണ്ട്, മുന്തിരിങ്ങ ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ ഈ തള്ളിയാണ് ഇവള് എന്ത് ചെയ്യുന്നത്? ഇവളുടെ പപ്പ പഴങ്ങളെ വിൽക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വലിയ സാമ്പത്തികം ഒന്നുമില്ല, ദാരിദ്ര്യമായിരുന്നു അവളുടെ വീട്ടില്. പണമൊന്നും വലിയ കാര്യമായിട്ടില്ല. മാത്രമല്ല അവളുടെ പപ്പയ്ക്ക് ഒരു ദിശീലമുണ്ടായിരുന്നു. അവളുടെ പപ്പ മദ്യപിക്കുന്ന പപ്പയായിരുന്നു. ഒരു പക്ഷെ എനിക്കറിയില്ല, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ പപ്പമാരാരെങ്കിലും മദ്യപിക്കുന്ന പപ്പമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളണം, യേശുപ്പച്ച എന്റെ പപ്പയുടെ മദ്യപാന സ്വഭാവം മാറ്റണമേ, എന്റെ പപ്പയ്ക്ക് മദ്യം കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ ചാദ്രികയുടെ വീട്ടില് അവളുടെ അച്ഛൻ മദ്യപിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുമോ? അവളുടെ പപ്പയെ ഉപദ്രവിക്കും, അവളുടെ മമ്മിയെ ഉപദ്രവിക്കും. അങ്ങനെ വളരെ സങ്കടത്തോടെ അവളുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അവള് ഭയങ്കര വാശിക്കാരിയായിട്ട് വളർന്നു, സ്വന്തം ഇഷ്ടപ്രകാരം അവൾ വളർന്ന് വന്നുകൊണ്ടിരുന്നത്. അവൾ എന്ത് ചെയ്യായിരുന്നു അറിയാമോ? അവളും അവളുടെ സഹോദരിമാരും കൂടി വന്നിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ കടൽ തീരത്താണ് അവളുടെ വീട്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ കടൽ തീരത്ത് വന്നിരുന്നിട്ട് അവര് ഈ കൂടാരം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കളിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അവിടെ. ആ കടൽ തീരത്ത് വീടൊക്കെ ഉണ്ടാക്കി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ ചാദ്രികയ്ക്കും അവളുടെ കുടുംബത്തിനുണ്ടായിരുന്ന, അനീതിമാർക്കും അനിയനൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ അവൾ അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അവളുടെ അമ്മ വന്ന ചാദ്രികയോട് പറയും, മക്കളെ നിങ്ങൾ ഇവിടെ സൂക്ഷിക്കണം, വെള്ളമൊക്കെ കയറി വരും, അപ്പൊ അപകടം പറ്റാതെ സൂക്ഷിക്കണം, വെള്ളത്തിലേക്കൊന്നും പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എല്ലാത്തിനും ചാദ്രിക ഏർപ്പാടാക്കുന്നത്. ചാദ്രികയാണ് അവളുടെ 2 അനീതിമാരെയും അനീനെയൊക്കെ നോക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് ചില വാശിയൊക്കെ ഉണ്ടായിരുന്നു. അവള് ചിന്തിക്കണേ, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല, അവർക്ക് എല്ലാവരോടും ദേഷ്യമാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങളെ കുറെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കഥ നടക്കുന്ന ആ ക്രിസ്മസിന്റെ അന്നെത്തി. അന്ന് എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. എങ്ങനെയാ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് അറിയാമോ? ലോകപ്രകാരമാ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നല്ല ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യും, ബലൂൺ കെട്ടും, നല്ല ഫുഡ് വെക്കും, നല്ല സ്റ്റാർ പ്രസന്റേഷൻ, എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്നാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ മക്കളെ? ലോകത്തിന്റെ രക്ഷകനായ യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് ഓർക്കുന്നതാ ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ലോകക്കാർ മുഴുവൻ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്മസ് ഫാദറെയാ ചിലർ ഓർക്കുന്നത്, ചിലർ ക്രിസ്മസ് ട്രീയാ ഓർക്കുന്നത്, ചിലര് ക്രിസ്മസ് ഭക്ഷണമാ, കേക്കാവുക, എല്ലാവരും ആഘോഷിക്കുക. യേശു എന്നെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് ആരും ഓർക്കുന്നില്ല. എന്തിനാ ഈ ഭൂമിയിലേക്ക് യേശു വന്നതെന്നറിയാം മക്കളെ? എന്റെ പാപം പോക്കുവാനായിട്ട്. എന്റെ മുമ്പിലിരിക്കുന്ന മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാപം പോക്കുവാനായിട്ട്, നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. എന്നിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തെന്ന് പറയുമ്പോ, എന്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കുവാനിടയായി. സ്വർഗം വിട്ട്, നമ്മൾ പാടിയതുപോലെ സ്വർഗം വിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ മുമ്പിലുള്ള കൊച്ചു കൂട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട്. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ മരിച്ചു കിടക്കൽ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവ. അവൻ സ്വർഗത്തിലേക്ക് പോയപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ വീണ്ടും വരും. ആരെയാണെന്നറിയാമോ? തന്റെ മക്കളെ ചേർക്കുവാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു ക്രിസ്മസിന്റെ ദിവസങ്ങളിലേക്ക് അടുത്തടുത്ത് വരിക. ഇപ്പൊ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് യേശു എന്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ച ദിവസമായിട്ട് മാറണം. അങ്ങനെ ആ ശ്രീലങ്കയിലുള്ള എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു. അവിടെ ക്രിസ്ത്യാനികൾ കുറവാണ്, ഏകദേശം 7% പേരെ ക്രിസ്ത്യാനികളുള്ളൂ. ബാക്കി 97% വേറെ ജാതി മതത്തിൽപ്പെട്ടവരാ.
കുറച്ച് ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷെ അവിടെയുള്ള ക്രിസ്ത്യാനികളും യേശുവിനെ രക്ഷകരായിട്ട് സ്വീകരിച്ചവരായിരുന്നില്ല അധികം പേരും. വളരെ കുറച്ചു പേര് മാത്രമേ യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിച്ചവരായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം ഡിസംബർ 26 അത് 2004 ഡിസംബർ 26 അന്ന് ഈ അവിടെ ശ്രീലങ്കയിൽ ഒത്തിരി ബുദ്ധമത വിശ്വാസികളുണ്ട്. ആ ബുദ്ധമത വിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പൗർണമി ദിവസമായ പോയ എന്നാണ് അവരുടെ വിശേഷ ദിവസത്തിന് പറയുന്നത്. അവരതങ്ങ് വളരെ ആഘോഷിക്കുകയാണ്. നമ്മുടെ കൊച്ച് ചാദ്രികയും അവളുടെ 2 സഹോദരിമാരും സഹോദരനെല്ലാം ഈ കടൽ തീരത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് അവരൊരു കാര്യം കേട്ടത്, അവരൊരു കാര്യം അറിഞ്ഞത്. ഇവര് ശ്രീലങ്കയുടെ പശ്ചിമ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോഴാണ് ഒരു വാർത്ത അവരുടെ മാതാപിതാക്കളൊക്കെ അറിഞ്ഞത്. ശ്രീലങ്കയുടെ പൂർവ്വ കിഴക്ക് ദേശത്ത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഭൂകമ്പമുണ്ടായി. ആ കടലിൽ ഒരു സുനാമി വരുന്നു എന്ന് കേട്ടു. അത് കേട്ട് എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനൊക്കെ ഓടി വന്നു. അവര് നോക്കി നിന്നപ്പോ, ഈ ചാദ്രിക നോക്കി വന്നപ്പോ കണ്ട കാഴ്ച എന്നാന്നറിയാമോ? വലിയൊരു തിരമാല അവരുടെ ആ ദേശത്തേക്ക്, ആ ചാദ്രിക താമസിക്കുന്ന ആ കടൽ തീരത്തേക്ക് തിരമാല ആഞ്ഞടിച്ചു. ആ ചാദ്രികയുടെ വീടിന്റെ മുമ്പിലുള്ള ആ വീടൊക്കെ ആ തിരമാല അങ്ങോട്ട് സുനാമി എടുത്തുകൊണ്ട് പോയി. ഏകദേശം 27 മീറ്റർ ഉയരത്തിൽ സുനാമി അടിച്ചു. എല്ലാവരും ആ ചുറ്റുമുള്ള വീടുകളെല്ലാം ആ തിരമാല സുനാമി എടുത്തുകൊണ്ട് പോയി. ഇത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? അവളുടെ അങ്കിള് ഓടി വന്നിട്ട് ഈ ചാദ്രികേനെയും അവളുടെ ബ്രദറിനെയും രക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന് വലിച്ചുകൊണ്ട് പോയി. മാത്രമല്ല അവളുടെ 2 കുഞ്ഞു അനീത്തിമാരെ അവളുടെ ഒരു ആന്റി വന്ന് രക്ഷിച്ച് എടുത്തോണ്ട് പോയി. വീണ്ടും 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 ഈ സുനാമി വേഗത്തിൽ അടിക്കുകയാണ്. അനേകർക്ക് വീട് നഷ്ടപ്പെട്ടു, അനേകരെ കടലെടുത്തോണ്ട് പോയി, അനേകരെ എടുത്തോണ്ട് പോയി. എന്ത് സംഭവിച്ചു മക്കളെ? ഈ ചാദ്രികയ്ക്ക് എന്തു പറ്റി? ചാദ്രികയുടെ പപ്പയ്ക്കും മമ്മിക്കും എന്തു പറ്റി? ചാദ്രികയുടെ ബ്രദറിന് എന്ത് പറ്റി? ആർക്കും ആരെ കുറിച്ച് അറിവില്ല. ചാദ്രിക ഓടി തൽക്കാലത്തേക്ക് ഒരു അഭയം കണ്ടെത്തിയത് എവിടെയാണെന്നോ? അവിടെ ഒരു ബുദ്ധമത ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് അവള് പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുക. ചുറ്റുമുള്ളതെല്ലാം സുനാമി എടുത്തുകൊണ്ടുപോയി, കടൽ എടുത്തുകൊണ്ടുപോയി. നമ്മുടെ ചാദ്രിക ആകെ പ്രയാസപ്പെട്ട്, ആകെ സങ്കടപ്പെട്ട്, ആകെ ദുഃഖിച്ചിരിക്കുക. അവളുടെ അപ്പ ജീവിച്ചിരിക്കണ്ടോന്ന് അവൾക്കറിയില്ല, അവളുടെ അമ്മ ജീവിച്ചിരിക്കണമെന്ന് അറിയില്ല, അവളുടെ അനിയത്തിമാര് ജീവിച്ചിരിക്കണ്ടോ ഒന്നും അവൾക്കറിയില്ല. അവള് പേടിച്ച് വിറച്ച് അവിടെ ഇരിക്കുക. അവള് വിചാരിച്ചു ഇനി എനിക്ക് ആരും ഉണ്ടാവില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള പ്രയാസത്തിൽ. അങ്ങനെ 1-2 ദിവസം അവൾ ആ ബുദ്ധമത ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്നു. കുറച്ച് ഈ സുനാമിയൊക്കെ അടങ്ങിയപ്പോ ഈ അവിടെ ചില ആൾക്കാരൊക്കെ വന്ന് ഇവളെ രക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു സ്കൂളിലേക്ക്, ഈ സെന്ററിലേക്ക്, അപകടം പറ്റിയവരെ രക്ഷിക്കുന്ന, അവരെ സൂക്ഷിക്കുന്ന, അവരെ സഹായിക്കുന്ന സെന്ററിലേക്ക് അവളെ വിളിച്ചു കൊണ്ടുപോയി അവിടെ താമസിക്കുക. അവൾ നോക്കിയപ്പോ അവളുടെ പപ്പ അവിടെയില്ല, അവളുടെ മമ്മി അവിടെയില്ല, അവളുടെ അനീത്തിമാർ അവിടെയില്ല. ഒരാഴ്ച അവൾ അന്വേഷിച്ച് നടന്നു. അവളുടെ പപ്പ ജീവനോട് ഇരിക്കുന്നുണ്ടോ, മമ്മി ജീവനോട് ഇരിക്കുന്നുണ്ടോ, അനീത്തിമാര് ജീവനോട് ഇരിക്കുന്നു, ഒന്നും അവൾക്കറിയില്ല. അവൾ അന്വേഷിച്ച് കിടന്നു. ഏകദേശം ഒരാഴ്ചക്ക് ശേഷം അവൾ കണ്ടെത്തി അവളുടെ പപ്പേനെയും മമ്മീനെയും. മറ്റൊരു അഭയകേന്ദ്രത്തിൽ, മറ്റൊരു സ്ഥലത്ത് ഈ ചാദ്രികയുടെ അപ്പയും അമ്മയൊക്കെ സുരക്ഷിതമായിട്ട് ജീവനോടെ ഇരിക്കണ്ടായിരുന്നു. ഒത്തിരി അപകടം പറ്റി, കാലിന് മുറിവ് പറ്റി, ടയേർഡായി, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ അവക്ക് അപ്പനെ അമ്മയൊക്കെ ജീവനോട് കിട്ടി. ഇവരെല്ലാവരും കൂടി തിരിച്ച് ഇവരുടെ വീടുണ്ടായിരുന്ന ആ കൊച്ചു സ്ഥലത്തേക്ക് വന്നു നോക്കി. ഇപ്പൊ കണ്ട കാഴ്ച എന്നാന്നറിയാമോ? അവരുടെ കുടില്, അവരുടെ വീട് അവിടെ ഇല്ല. മുഴുവൻ സുനാമി എടുത്തുകൊണ്ടുപോയി. വെറും തരിശായ ഭൂമി മാത്രം. അങ്ങനെ അവിടെ വളരെ വീണ്ടും അവരിങ്ങനെ അഭയകേന്ദ്രത്തിൽ താമസിക്കുന്ന, വീടില്ല, കഴിക്കാൻ നല്ല ഭക്ഷണമില്ല, ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം മാത്രമുള്ളൂ. ഒത്തിരി ആൾക്കാരുടെ വീട് നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി പേരുടെ പേരൻസ് നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി പേരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവരിങ്ങനെ ജീവിക്കുക. കുറെ നാളുകൾ അവരവിടെ ജീവിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഈ ആൾക്കാർ ഭക്ഷണം കിട്ടാതെ വന്നപ്പോ ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി വഴക്കും വൈരാഗ്യവും കൊലപാതകമൊക്കെ നടക്കുക. അവരാകെ വിഷമിച്ചിരിക്കും. ആ സമയത്താണ് അവിടുത്തെ കുറച്ചു മാറി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. ചില പ്രാർത്ഥിക്കുന്ന ചില ഭക്തരായ മനുഷ്യരുണ്ടായിരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവ് ഹൃദയത്തിലുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് തോന്നി ഈ എല്ലാം നഷ്ടപ്പെട്ടവരെ എന്തെങ്കിലും സഹായിക്കണം. അങ്ങനെ അവിടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ചർച്ചിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി.
എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോ നമുക്ക് സഹായിക്കേണ്ട സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരാരും നമ്മുടെ രക്തമല്ല, അവരാരും നമ്മുടെ സ്വന്തക്കാരല്ല, അവരാരും നമ്മുടെ പ്രിയപ്പെട്ടവരല്ല, പക്ഷേ അവരെയും യേശു സ്നേഹിക്കുന്നു. അവരുടെ സങ്കേതവും അവരുടെ കോട്ടയും അവരുടെ അഭയസ്ഥാനവും ദൈവമാണ്. അതവർക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കണം. ആ ദൈവദാസനുണ്ടല്ലോ എഴുന്നേറ്റ് ഇന്ന് അവിടെ കൂടിയിരുന്ന ജനത്തോട്, ആ മനുഷ്യന്റെ ചർച്ചില് എല്ലാവരോടും പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി മറ്റുള്ളവരെ സഹായിക്കണം, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് സഹായിക്കണം, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തണം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടി കൊടുക്കാം, അവരുടെ കൂടെ കളിക്കാം, അവർക്ക് ആരുമില്ലാത്തവർ അവരെ സഹായിക്കണം പറഞ്ഞു. അത് കേട്ട അവിടെ ഇരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പേര് ക്രിസ്റ്റീൻ എന്നാണ് അവളുടെ പേര്. ആ മുൻനിരയിൽ അവള് രണ്ടാമതായിട്ട് അവൾ ഇരിക്കണ്ടായിരുന്നു. അവള് കേട്ടപ്പോ അവള് ചിന്തിച്ചു, എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എനിക്ക് വലിയ കഴിവൊന്നുമില്ലല്ലോ. അപ്പോ ആ ദൈവദാസൻ പറഞ്ഞിങ്ങനെയാ, നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ സൗകര്യമൊന്നുമല്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റുമോ? അവരോട് അടുത്തിരിക്കാനായിട്ട് പറ്റുമോ? അവരെ ഒന്ന് ചേർത്ത് അണയ്ക്കാനായിട്ട് പറ്റുമോ? അവർക്ക് വേണ്ടി നിങ്ങൾ അവരോടൊപ്പം കളിക്കാനായിട്ട് പറ്റുമോ? അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുമോ? നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണ സാധനങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള ഡ്രസ്സോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുമോ? അവൾ തീരുമാനിച്ചു. ആ ക്രിസ്റ്റീൻ എന്ന പേരുള്ള ആ സഹോദരി, ആ പെൺകുട്ടി തീരുമാനിച്ചു, എനിക്ക് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ആ സഹോദരി ഉണ്ടല്ലോ, ആ ചേച്ചി ഉണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് യഗോഡ ഉയാന എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ ചാതിരികയുടെ ഗ്രാമത്തിലെ ഇറങ്ങിച്ചെന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങൾ പേടിച്ച് വിറച്ചിരിക്കുക. അവരെയൊക്കെ ചേർത്ത് നിർത്തി അവരോടുകൂടെ കളിക്കുവാനും അവർക്ക് പാവ ഉണ്ടാക്കി കൊടുക്കുവാനും അവർക്ക് തന്റെ കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് ആ പെൺകുട്ടി അവള് തയ്യാറായി. അവരെന്ത് ചെയ്തു? എല്ലാവരോടും ചേർന്ന് അവിടെ കളിച്ചു. ഒരു ദിവസം ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നു. അവള് ഈ ചാദ്രിക ചിന്തിച്ചു, എന്തിനാണ് അവരവിടെ കൂടിയിരിക്കുന്നത്? അവക്കൊന്നും മനസ്സിലായില്ല. എന്തിനാ ഇവരെല്ലാവരും അവിടെ കൂടിയിരിക്കുന്നത്? വല്ല പാവയോ വല്ല സമ്മാനങ്ങളും തരുവാനോ വല്ല ഭക്ഷണം തരുവാനായിരിക്കും കൂടിയിരിക്കുന്നത് എന്ന ചിന്തയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ചാതിരിക കളി നിർത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പതുക്കെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ആന്റി വന്ന് നല്ല മനോഹരമായ പാട്ട്, യേശു അവരെ സ്നേഹിക്കുന്നുള്ള പാട്ടൊക്കെ പഠിപ്പിക്കുക. അവള് ചിന്തിച്ചു, യേശുവോ? ആരാ ഈ യേശു? ഈ യേശു എന്നെ സ്നേഹിക്കുവോ? യേശു ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല. എന്റെ പപ്പയുടെ ചീത്ത സ്വഭാവമാണ്, ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമില്ല, ഞങ്ങളുടെ വീട്ടിൽ എന്നും പട്ടിണിയാ, എന്നും സങ്കടമാ. യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ആ കൊച്ചു ചേച്ചി ഉണ്ടല്ലോ, ആ യേശു സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തു. യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഇന്ന് പാടിയ പാട്ട് പോലെ നല്ല മനോഹരമായ ഗാനങ്ങളൊക്കെ ആ ചേച്ചി ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. മാത്രമല്ല, നിങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശു ഉണ്ട് എന്ന കാര്യം അവളെ പഠിപ്പിച്ചു. അവിടെ ഇരുന്നപ്പോ നമ്മുടെ ചാതിരിക്ക് തോന്നി, എനിക്ക് വേണം ഈ യേശുവിനെ, എനിക്കും യേശുവിന്റെ കുഞ്ഞായിട്ട് മാറണം എന്ന് ആഗ്രഹം തോന്നി. ആ ക്രിസ്റ്റീൻ എന്ന് പറയുന്ന പെൺകുട്ടി എന്തറിയാമോ, ചില കഥകളൊക്കെ, ഞാൻ നിങ്ങളോട് കഥ പറയുന്ന പോലെ അവിടെ ചില പടങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ട് യേശുവിന്റെ കഥകൾ പറഞ്ഞു കൊടുത്തു. ചാതിരിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ അന്നാണ് അവളെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് തിരിച്ചറിവുണ്ടായത്. അവള് തീരുമാനിച്ചു, എനിക്ക് വേണം ഈ യേശുവിനെ. ആ ഡിസംബർ 26 അവൾ ആ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം ആ കുഞ്ഞ് ചാതിരിക അവളുടെ കുഞ്ഞു ഹൃദയത്തിലേക്ക് അവൾ യേശുവിനെ വിളിച്ച് അവൾ യേശുവിന്റെ കുഞ്ഞായിട്ട് മാറി. മക്കളെ, അങ്കിൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികൾ അങ്കിളിന് അറിയാം. എന്നാ ബിജു അങ്കിൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു അപ്പച്ചനെ വിളിച്ചിട്ടുണ്ടോ? നമ്മളൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുക. യേശുവിനോട് പറയാമോ, യേശു അപ്പച്ച എന്റെ ഹൃദയത്തിലേക്ക് യേശു അപ്പച്ച നീ വരാമോ? എന്റെ ഹൃദയത്തിൽ യേശു അപ്പച്ച ജനിക്കാമോ? എന്റെ ഹൃദയത്തില് ക്രിസ്മസ് എനിക്ക് ആഘോഷിക്കണം എന്ന് പറയാൻ സാധിക്കുമോ? അവൾ ആ തീരുമാനമെടുത്തു. അന്ന് ക്ലാസ് അവസാനിപ്പിച്ചപ്പോ ഈ ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ആ ചേച്ചി പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യേശുവിനോട് പറയാം. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. യേശുവിന് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതി വെച്ച് പ്രാർത്ഥിക്ക്, നിങ്ങളുടെ ആഗ്രഹം എഴുതി തരും. അവൾക്കത് കേട്ടപ്പോ പുതുമയായിട്ട് തോന്നി. അവൾ എന്ത് ചെയ്തു? അവളുടെ കൊച്ചാഗ്രഹം, അവളുടെ ഒരു സങ്കടം അവൾ എഴുതി വെച്ചു. അവള് എഴുതി വെച്ചത് ഇങ്ങനെയാ: യേശു അപ്പച്ച, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്കറിയാം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്റെ ഹൃദയത്തിൽ യേശു ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ യേശു അപ്പച്ച, എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്റെ പപ്പ മദ്യപിക്കുന്ന പപ്പയാ.
എൻ്റെ പപ്പയുടെ മദ്യപാനം മാറണം. എൻ്റെ പപ്പ മദ്യപിച്ചിട്ട് വന്നിട്ട് എൻ്റെ മമ്മിയെ പിടിച്ച് ഉപദ്രവിക്കുന്നു, ആ സ്വഭാവം മാറണം. അവൾ പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വലിയൊരു അത്ഭുതം നടന്നു. അവൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് അവളുടെ ജീവിതത്തിൽ നടന്നു. അവളുടെ പപ്പയുടെ മദ്യപാനം മാറി. പിന്നീട് ഒരിക്കൽ പോലും അവളുടെ പപ്പ അവളുടെ അമ്മയെ ഉപദ്രവിച്ചിട്ടില്ല. ആ വീട്ടിൽ സന്തോഷം നിറയുവാനായിട്ട് ഇടയായി തീർന്നു. ചാദ്രികയുടെ ഹൃദയത്തിൽ യേശു വന്നപ്പോ അവളുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട്, അവളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറി. മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ആരുടെ വീട് ബിജുവെങ്കിൽ എന്നറിയില്ല. ഒരു കാര്യം പറയാ, നിങ്ങളുടെ വീട്ടില് വഴക്കുള്ള വീടാണോ? അപ്പൊ മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതാണോ? എന്തെങ്കിലും രോഗത്തിന്റെ അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവർ കടന്നു പോകുന്നത്? നിൽക്കുന്ന യേശു അപ്പച്ചനോട് എഴുത്തെഴുതാം. വേറെ ആരും കാണണ്ട. നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ കുഞ്ഞു ബൈബിളില് അത് മടക്കി വെച്ച് നിങ്ങളുടെ പ്രാർത്ഥന യേശു അപ്പച്ചൻ കേൾക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ചാദ്രിക പ്രാർത്ഥിച്ചു, യേശു അപ്പച്ച എന്റെ പപ്പയുടെ മദ്യപാനം മാറണം, എന്റെ വീട്ടിലെ വഴക്ക് മാറണം. ചാദ്രിക പ്രാർത്ഥിച്ചപ്പോ അവളുടെ പപ്പയുടെ മദ്യപാനം മാറി, അവളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടായിട്ട് മാറി. അവള് ചെന്നിട്ട് ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ആ ചേച്ചിയോട്, ആന്റിയോട് വന്ന് പറഞ്ഞു, ആന്റി എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. എന്നാ മോളെ? ആന്റി എന്ന് പറഞ്ഞില്ലായിരുന്നോ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ മാറുമെന്ന്? എന്റെ പപ്പയുടെ മദ്യപാനം മാറി. ആന്റി പറഞ്ഞു, മോളെ ഇത് എല്ലാവരോടും എഴുന്നേറ്റ് എന്ന് പറയണം. പേടിയായി ആന്റി ദിവസം കൊടുത്തു. അടുത്ത ആഴ്ച എല്ലാവരുടെയും മുമ്പ് എന്ത് എഴുന്നേറ്റ് നീ പ്രാർത്ഥിച്ച കാര്യം യേശു അപ്പച്ചൻ തന്നു എന്ന് നീ എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, യെസ് ഞാൻ പറയാ, നമുക്ക് പേടിയുണ്ട്, ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് എല്ലാവരുടെയും മുമ്പിൽ പറയേണ്ടത്. എങ്കിലും അവള് പ്രാർത്ഥിച്ചു, അവള് ധൈര്യപ്പെട്ടു. ആ ആന്റിയുടെ കൂടെ ഒത്തിരി ടീച്ചേഴ്സ്, വേറെ അങ്കിൾമാരും ആന്റിമാരൊക്കെ വന്നു, ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെ നടുവില് അവൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ ഡിസംബർ 26 എല്ലാവർക്കും സങ്കടത്തിന്റെ ദിവസമായിരുന്നു. എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ട ദിവസമായിരുന്നു. വലിയൊരു സുനാമി വന്ന ദിവസമായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മിക്കാനായിട്ട് ഈ ദിവസം അത് സന്തോഷത്തിന്റെ ദിവസമാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞ ദിവസമാണ്. മാത്രമല്ല എൻ്റെ വീട് സ്വർഗമായ ദിവസമാണ്. എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ട ഭവനമായ ദിവസമാണ്. എൻ്റെ പപ്പയുടെ മദ്യപാനം മാറിയ ദിവസമാണ്. എൻ്റെ വീട് സന്തോഷം നിറഞ്ഞ വീടായിട്ട് മാറിയ ദിവസമാണ്. ആ ചാദ്രിക എല്ലാവരുടെയും മുമ്പാകെ യേശുവിനെ സാക്ഷിച്ചു. അവളുടെ മാറി. ഇന്നും ശ്രീലങ്കയില് ഈ 2004 ഡിസംബർ 26 ഓർക്കുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ അവർക്ക് പേടിയാ. 2004 സുനാമി. പക്ഷെ ചാദ്രിക പറയും, എന്നെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞ ദിവസമാണ്. ഞാൻ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ദിവസമാണ്. എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. മക്കളെ, എൻ്റെ മുമ്പിലെ കുഞ്ഞുങ്ങളോട് ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടായിട്ട് മാറണമോ? നിങ്ങളുടെ പപ്പയുടെ ചീത്ത സ്വഭാവമൊക്കെ മാറണമോ? നിങ്ങളുടെ വീട്ടിലെ പ്രയാസങ്ങളൊക്കെ മാറണമോ? നമ്മൾ ഒരു ക്രിസ്മസ് ദിവസത്തിലേക്ക് അടുത്തു വരിക. ഇപ്പൊ നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ഈ ക്ലാസ് കഴിഞ്ഞ് ഗെയിമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു പോകുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതി. അപ്പ കാണണ്ട, അമ്മ കാണണ്ട, കൂട്ടുകാരും കാണണ്ട, ചേച്ചിയും അനിയനും ഒന്നും കാണണ്ട. നിങ്ങളുടെ ആവശ്യം എഴുതി നിങ്ങളുടെ ബൈബിളിൽ സൂക്ഷിച്ചു വെച്ചോ. ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കാം. എന്താ നിങ്ങളുടെ ആവശ്യം? ചിലർക്ക് പഠിക്കാനുള്ള ബുദ്ധി ആയിരിക്കും ആവശ്യം. ചിലവര് വീട്ടിലെ വഴക്ക് മാറണതായിരിക്കും ആവശ്യം. ചിലപ്പോൾ വീട്ടിലെ പപ്പയും മമ്മിയും വഴക്കുണ്ടാക്കുന്ന സ്വഭാവമായിരിക്കാം. ചിലവർക്ക് കൂടുതൽ നേരം കമ്പ്യൂട്ടറും ഫോണും ഉപയോഗിക്കുന്ന സ്വഭാവമായിരിക്കാം. ഈ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹത്തിന്റെ ക്രിസ്മസ് ആക്കി മാറ്റണം. വേറെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാർ വിടുന്ന അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഭക്ഷണം കഴിക്കുന്ന ദിവസമല്ല, യേശു ഹൃദയത്തിൽ ജനിക്കുന്ന ദിവസമായിട്ട് മാറണം. കൂട്ടുകാരെല്ലാവരും കണ്ണടയ്ക്കാമോ? നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് യേശുവിനോട് പറയാം, യേശു അപ്പച്ച, ഒരു ക്രിസ്മസ് മാസത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഈ ക്രിസ്മസ് എൻ്റെ ജീവിതത്തില് അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണം. യേശു ബേത്ലഹേമിൽ ജനിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കണം. എൻ്റെ വീട്ടിൽ യേശു ജനിക്കണം. എൻ്റെ പപ്പയുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം. എൻ്റെ മമ്മയുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? എല്ലാവരും കണ്ണുകൾ അടച്ച്. ആരും ആരെയും നോക്കണ്ട. ഞാൻ നിങ്ങളെ ആരെയും നോക്കുന്നില്ല. നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ ക്രിസ്മസ് നാളുകളിൽ യേശു ഹൃദയത്തിൽ ജനിച്ച
യേശു ഹൃദയത്തിൽ വന്ന ഒരു ക്രിസ്മസ് ആയിട്ട് മാറണം. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ പ്രയാസം ഇപ്പൊ യേശുവിനോട് പറയാ. തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും കേൾക്കണ്ട. മനസ്സിൽ പറഞ്ഞ യേശുപ്പച്ചനോട്, യേശുപ്പച്ച എനിക്ക് ഇന്ന സങ്കടമുണ്ട് കർത്താവേ, യേശുപ്പച്ച എനിക്ക് സങ്കടമുണ്ട് കർത്താവേ, എന്റെ സങ്കടം മാറ്റി തരണമേ, എന്റെ വീട്ടിലെ പ്രയാസം മാറ്റി തരണമേ, എന്റെ പപ്പയുടെ ചീത്ത സ്വഭാവം മാറ്റി തരണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, എന്റെ മുമ്പിൽ കർത്താവെ കണ്ണടച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തല കുമ്പിട്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, ശ്രീലങ്കയിൽ സുനാമിയിലൂടെ 30,000-ഓളം പേര് മരിച്ചു. അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് ചാദ്രിക രക്ഷപ്പെട്ടു. എന്നാൽ അവൾ യേശുവിനെ കണ്ടെത്തുവാൻ, അവളുടെ ഭവനം യേശുവിനെ കണ്ടെത്തുവാൻ ദൈവമേടെ ആയിത്തീർന്നല്ലോ കർത്താവേ. ആ കുടുംബത്തിൽ യേശു ജനിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. അവയെ ഞങ്ങളുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും യേശു ജനിക്കുവാൻ, എല്ലാ കുടുംബത്തിലും യേശു ജനിക്കുവാൻ കർത്താവെ നീ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചാദ്രികയെ പോലെ ഈ കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് നിന്ന് ഞാൻ യേശുവിന്റെ മകളാണ്, ഞാൻ യേശുവിന്റെ മകനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ സഹായിക്കണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ, ഇവരെ ദൈവത്തിന്റെ സ്വന്തമാക്കി തീർക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. അതുകൊണ്ട് നമ്മളൊരു ഗെയിമിലേക്ക് പോവാണ്. ആരോ റെഡി ഫോർ ഗെയിം? ഈ ഗെയിം കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ പറഞ്ഞ് പോയി കഴിയുമ്പോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഒരു പേപ്പറിൽ എഴുതി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പ അമ്മ ഒന്നും കാണണ്ട, യേശുപ്പച്ചൻ അത് കണ്ടോളും. യേശുപ്പച്ചൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഉത്തരം കിട്ടിക്കഴിയുമ്പോ സണ്ണി സാറിനെയോ പോൾ സാറിനെയോ അജി സാറിനെയോ നിങ്ങൾക്ക് ടീച്ചറെയോ നിങ്ങൾക്ക് അറിയാവുന്ന അങ്കിൾമാരെ ആന്റിമാരെയൊക്കെ വിളിച്ചു പറയാം, ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥന യേശുപ്പച്ചൻ കേട്ടു എന്ന് നിങ്ങൾക്ക് വിളിച്ചു പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ വലിയൊരു ഗെയിം, ക്രിസ്മസ് ഫാദർ എന്ന് പറയുമ്പോൾ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാളാണ് ക്രിസ്മസ് ഫാദർ, അല്ലെ? എല്ലാവർക്കും ക്രിസ്മസ് ഫാദറെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെയിലും കുറച്ച് ക്രിസ്മസ് ഫാദർ ഉണ്ട്. അപ്പൊ ആ ഫാദറിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുക. കുറെ മനോഹരമായ ക്രിസ്മസ് ട്രീയെ ഞാൻ ക്രിസ്മസ് ഫാദറുമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ പേര് പറയണം, അതിനുശേഷം നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഓരോ നമ്പർ പറയണം. ബോയ്സ് ആൻഡ് ഗേൾസ് എന്നാണ്. അപ്പൊ നിങ്ങൾ നമ്പർ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ആവും, അതിന്റെ പുറകിലുള്ള പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേൾക്കാമോ? ബിജു അങ്കിൾ പറയണ കേൾക്കാമോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം, ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പേരെന്തായിരുന്നു? ഞാൻ ആരംഭത്തിൽ പറഞ്ഞായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പേര്. അല്ല, ഗ്രേസ് ക്ലബ്. നമ്പർ പറഞ്ഞ പോയി. നമ്പർ പറഞ്ഞോ മോൻ. 4. 100 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് ബോയ്സിന്. ക്രിസ്മസ് ഫാദറിനെ മാറ്റിയപ്പോ 100 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഗേൾസിനോടാണ് ചോദ്യം. ഇന്ന് നമ്മൾ പഠിച്ച പാട്ടിൽ യേശു എന്തിനാണ് സ്വർഗത്തിൽ വന്നത് എന്ന് പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നാണ് ഇന്നത്തെ പാട്ടിൽ പഠിച്ചത്?
ഗേൾസ് പറയണം. ആ പാട്ടിലുള്ള ഒരു വരിയുണ്ട്, ആ പാട്ടിലുള്ള വരി പറയണം. എന്തിനാണ് യേശു ഭൂമി വന്നെന്നാണ് പാട്ടിൽ പറഞ്ഞത്? ആ മിടുക്കി മരിയാമോളാണ് പറഞ്ഞത്. മരിയാമോൾ ഒരു നമ്പർ പറഞ്ഞേ. 2. ക്രിസ്മസ് ഫാദറിനെ മാറ്റാം നമുക്ക്. 500 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം ബോയ്സിനോടാ. ഇനി നമ്മളൊരു സങ്കീർത്തനം വായിച്ചു. ആ സങ്കീർത്തനം ഏത് സങ്കീർത്തനമായിരുന്നു? ബോയ്സ് വെരി ഗുഡ്. One. 100 പോയിന്റ് ബോയ്സിന്. വെരി ഗുഡ്. അടുത്ത ചോദ്യം ഗേൾസ്. ഒരാളെ പറയാമുള്ളൂ, ഒരാളെല്ലാവരും പറയരുത്. മ്യൂട്ട് മാറ്റിയിട്ട് ആദ്യം പേര് പറയണം. ഞാൻ പേര് പറയുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പേര് പറയാം, അന്നേരം പേര് പറയുന്ന ആള് പറയണം. നിങ്ങളുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. അടുത്ത ചോദ്യം, ഇന്ന് നമ്മൾ പഠിച്ച വാക്യത്തിന്റെ റെഫറൻസ് ഏത് പുസ്തകം, എത്രാം അധ്യായം, എത്രാം വാക്യം? പറയും. പറഞ്ഞു. ആ വെരി നമ്പർ പറഞ്ഞു. 20. 500 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം ഗേൾസിനോടാണ്. ബോയ്സിനോടാ. ഇന്ന് നമ്മൾ പഠിച്ച വാക്യം പറയണം. പേര് പറയണം ആദ്യം. ഞാൻ പറയാം. ഏബലെ വാക്യം പറഞ്ഞു. പിതാവ് പുത്രനെ രോഗരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു സാക്ഷ്യം പറയുന്നു. 1 യോഹന്നാൻ 4:14. വെരി ഗുഡ് ഏബൽ. നമ്പർ പറഞ്ഞ ഏബല്. 15. 100 പോയിന്റ് 100 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് ബോയ്സിനും ഗേൾസിനോടുള്ള ചോദ്യം. ഇന്ന് നമ്മുടെ കഥ നടന്നത് ഏത് രാജ്യത്തിലാണെന്നാണ് പഠിച്ചത്? ബിൽഹ പറയും. ബിൽഹ പറഞ്ഞു. ശ്രീലങ്ക. നമ്പർ പറഞ്ഞു. 17. 100 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ബോയ്സിനോടാണ് ചോദ്യം. ശ്രീലങ്കയിലെ ഏത് സ്ഥലത്താണ് കഥ നടന്നത്? ആ സ്ഥലത്തിന്റെ പേര് പറയണം. കേട്ടോ? സ്ഥലത്തിന്റെ പേര് കേട്ടായിരുന്നു ആരെങ്കിലും? എഗോഡ ഉയാന. നമ്പർ പറഞ്ഞു. 7. 200 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. 200 പോയിന്റ്. അടുത്ത ചോദ്യം ഗേൾസിനോടാണ് ചോദ്യം. ഏത് വർഷമാണ്, എപ്പോഴാണ് ആ ദേശത്തെ വലിയൊരു പ്രയാസം നേരിട്ടത്? ഈ കഥ നടന്നത് എന്നാണ്? ഹന്ന പറഞ്ഞു. 2004. എന്ന്? ഓക്കെ വെരി ഗുഡ്. നമ്പർ പറഞ്ഞു. 100 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം നമ്മുടെ എന്താണ് 2004 ഡിസംബർ 26 സംഭവിച്ചത്? നമ്പർ പറഞ്ഞു. 100 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. 100 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്.
അടുത്ത ചോദ്യം ഗേൾസിനോടാണ്. ഗേൾസിനോടുള്ള ചോദ്യം, നമ്മുടെ കഥാനായികയുടെ പേരെന്തായിരുന്നു? ഡിയോണ പറഞ്ഞോ. ജിയോണ പറഞ്ഞോ. ചാദ്രിക, പിടിക്കി, വെരി ഗുഡ്. നമ്പർ പറഞ്ഞോ. 16. 300 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം നമ്മുടെ ബോയ്സിനോടാണ്. നമ്മുടെ ചാദ്രികയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ചാദ്രികയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്പർ പറഞ്ഞു. പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് ബോയ്സിന്. അടുത്ത ഗേൾസിനോടുള്ള ചോദ്യം, ചാദ്രികയ്ക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചാദ്രികയുടെ ജീവിതത്തിൽ വന്ന സങ്കടം? അവളുടെ ദുഃഖം എന്നായിരുന്നു? സേബ പറഞ്ഞു. സേബ പറഞ്ഞു. സേബ ഉത്തരം പറ. എന്തായിരുന്നു ചാദ്രികയുടെ ജീവിതത്തിലെ സങ്കടം? അവളുടെ പപ്പ. നമ്പർ പറഞ്ഞു. 100 പോയിന്റ്. അടുത്ത ചോദ്യം ചാദ്രികയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ ചേച്ചി? ആരൻ പറഞ്ഞു. ഓക്കെ, 300 പോയിന്റ്. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവളുടെ ജീവിതത്തില് അവൾ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് അവളുടെ എന്ത് പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടിയത്? അവളുടെ അച്ഛന്റെ മദ്യപാനം കുറഞ്ഞു. മദ്യപാനം കുറഞ്ഞു എന്നല്ല, മദ്യപാനം പൂർണ്ണമായിട്ടും മാറി. നമ്പർ പറഞ്ഞു. നമ്പർ പറഞ്ഞു. 200 പോയിന്റ്. ബാക്കിയുള്ള ക്രിസ്മസ് ട്രീ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ. എല്ലാത്തിന്റെ പിന്നിലും വളരെ മനോഹരമായ ഡെക്കറേഷൻ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വാശിയേറിയ മത്സരത്തിൽ ആരായിരിക്കും ജയിച്ചത്? 1100 പോയിന്റ് മേടിച്ച് ബോയ്സ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ബോയ്സ് 1100 പോയിന്റ് മേടിച്ച് 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഗേൾസ് 1800 പോയിന്റ് മേടിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഗ്രേസ് ക്ലബിന്റെ ക്രിസ്മസ് പാർട്ടി ക്ലബിലേക്ക് വന്ന എല്ലാ കൂട്ടുകാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ക്രിസ്മസ് നിങ്ങളെ നേരിട്ട് കാണാനായിരുന്നു. കേക്കൊക്കെ മുറിച്ച് നിങ്ങൾക്ക് തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ വയ്യാത്തതുകൊണ്ട് സ്വന്തം വീട്ടിൽ കേക്കൊക്കെ മുറിച്ച് നിന്നോ. നമുക്ക് ക്രിസ്മസിന് ഒരു പാട്ട് കൂടി പാടി അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു ആടിപ്പാടി ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ക്രിസ്മസ് പാട്ട് പാടി നമുക്ക് ക്ലോസ് ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. Jingle bells, jingle all the way. Oh, what fun it is
ആ കേട്ടു. സന്തോഷമായിരുന്ന ക്ലാസ്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? കുറിച്ചിട്ടാണ് ഇന്ന് രാത്രി ബിജോ സാറ് നമ്മളോട് സംസാരിച്ചത്. ടീച്ചർ പാട്ട് പാടും, അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ശുശ്രൂഷ അവസാനിപ്പിക്കും. ഇന്ന് പുതിയതായിട്ട് വന്നവര് ഒന്ന് കൈ ഉയർത്തി കാണിക്കാവോ? ഇന്ന് പുതുതായിട്ട് വന്നവർ, ആദ്യമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ. അട്ടപ്പാടിക്കാർ മുഴുവൻ കൈവെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഇതിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകാൽ നിങ്ങളുടെ ലീഡേഴ്സിനോടെല്ലാമുള്ള നന്ദി ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ആരെങ്കിലും ഇന്ന് രാത്രി ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടോ? ഇന്ന് ബർത്ത്ഡേ, ഈ ആഴ്ചയിൽ ആരെങ്കിലും ബർത്ത്ഡേ? പേര് പറ. പേര് പറയൂ. ബേസിൽ ബിജുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച് പറയാമോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ബേസിൽ ബിജു കേട്ടോ. എല്ലാവിധ ജന്മദിന ആശംസകളും ചെയ്യുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരു മിനിറ്റ്, ബേസിൽ ബിജു എഴുന്നേറ്റ് വന്നേ. Yes. Happy birthday to you. Happy birthday, Lina. Happy birthday to you. അപ്പോൾ ബേസിൽ ബിജുവിന് എല്ലാവിധ ജന്മദിന ആശംസകളും ഗ്രേസ് ക്ലിപ്പ് നേരുകയാണ് കേട്ടോ. വളരെ സന്തോഷത്തോടെ ബേസിൽ ബിജു എല്ലാ ആഴ്ചയിലും പങ്കെടുക്കാറുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ട് കൂടെ നമ്മൾ ചേർന്ന് പാടി ഇന്ന് രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരും പിരിയരുത്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വരുന്ന ദിവസങ്ങളിലെല്ലാം ക്രിസ്മസിൻ്റെ ആഴ്ചകളാണ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. അപ്പോൾ നിങ്ങൾ പുതിയതായ കുട്ടികളെ, പ്രത്യേകിച്ച് നാളെ സൺഡേ സ്കൂൾ എക്സാം, SLC എക്സാം ഉള്ളത് കൊണ്ടാണ് കുറേ കുഞ്ഞുങ്ങൾ കയറാതിരുന്നത്. പ്രത്യേകം വരുന്ന ആഴ്ചയിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാം പങ്കെടുപ്പിക്കാനായിട്ട് അവസരമുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. Praise the Lord. Hallelujah. യേശു ഭൂമിയിൽ വന്നത് യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുക്കാനാണെന്ന് പാട്ടിലൂടെ നമ്മൾ പഠിച്ചു. യേശുവിന്റെ രക്തക്കോട്ടയെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ആദ്യ ഭാഗത്ത് പഠിച്ചത്. ആ പാട്ട് ഒരിക്കൽ കൂടെ പാടിയാലോ? പാടി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പാടാം. കരങ്ങളടിച്ച് പാടാമോ? എല്ലാവരും കൈയ്യൊക്കെ അടിച്ച് പാടാം. യേശു ഭൂമിയിൽ വന്നത് തന്റെ രക്തം തന്ന് നമ്മളെ വീണ്ടെടുക്കാനാണ്. യേശുവിന്റെ രക്തം നമുക്ക് സംരക്ഷണമാണ്. യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുത്തു. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ അനുഗ്രഹിക്കുവാൻ, യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം നമുക്ക് നൽകുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം, മോചന
യേശുവിൻ രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും യേശുവിൻ രക്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാപത്തിന്റെ പാപത്തിന്റെ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ രക്തം നമ്മിലേക്ക് ഒഴുകുമ്പോൾ മാറിപ്പോകും. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ, യേശുവിന്റെ രക്തത്താൽ പൊതിഞ്ഞു പിടിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ പൊട്ടട്ടെ. പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ, കൈകൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ. കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ പൊട്ടട്ടെ. കൈകൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ, കൈകൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും യേശുവിൻ രക്തം. രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും യേശുവിൻ രക്തം. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നല്ല കർത്താവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാത്രി പിന്നെ ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയും പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേക ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേസിൽ ബിജു കുഞ്ഞുവിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലമുറകൾ യേശുവുള്ളവരായി വളരാൻ സഹായിക്കണം. പ്രത്യേക ക്ലാസ് എടുത്ത കർത്താവിന് ദാസനായിട്ട് സ്തോത്രം. ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, ഗ്രേസ് ഗ്രൂപ്പിനായി, സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. യേശു അപ്പച്ചന്റെ വലിയ നാമത്തിൽ തന്നെ കയ്യുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ വൈകിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോഗമുണ്ട്. ഇതേ ലിങ്കിൽ, സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ ഇതേ ലിങ്കിൽ മാതാപിതാക്കളെയൊക്കെ ആ പ്രാർത്ഥനയോഗത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കണം. ഓക്കേ, വിശന്നു തുടങ്ങിയോ? അപ്പൊ വിശക്കണവർക്കൊക്കെ കട്ടായിട്ട് പോകാം. ആരെങ്കിലൊക്കെ